ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ് കം ഫസ്റ്റ് എയ്ഡർ പോസ്റ്റിലേക്ക് കോൺട്രാക്ട് ബേസിസിൽ വേക്കൻസി വന്നിട്ടുണ്ട്. നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡർ കോഴ്സ് പഠിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ രത്ന കമ്പനി ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് നഴ്സിംഗ് അസിസ്റ്റന്റ് കം ഫസ്റ്റ് എയ്ഡർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപ്ലിക്കൻസിനെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. വില്ലിംഗ്ടൺ ഐലൻഡിലായിരിക്കും ജോബ് വരിക. വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറയുന്നത് കൊച്ചിയിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഐലൻഡ് ആണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നഴ്സിംഗ് അസിസ്റ്റന്റ് കം ഫസ്റ്റ് എയ്ഡർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അവര് ആപ്ലിക്കൻസിനെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. നഴ്സിംഗ് അസിസ്റ്റന്റ് കം ഫസ്റ്റ് എയ്ഡർ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റിലേക്ക് കോൺട്രാക്ട് ബേസിസിലായിരിക്കും അവർ എടുക്കുന്നത്. മാക്സിമം കോൺട്രാക്ട് ബേസിസ് എന്ന് പറയുന്നത് 3 ഇയർ ആണ്. അതേപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടത് കുറഞ്ഞത് 7th സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കണം. അതേപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. സെന്റ് ജോൺസ് ആംബുലൻസ് അസോസിയേഷന്റെ ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം വേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. അല്ലാന്നുണ്ടെങ്കിൽ VHSC ഡൊമസ്റ്റിക് നഴ്സിംഗ് പഠിച്ചിട്ടുള്ളതായിരിക്കണം. അതും അല്ലെങ്കിൽ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ലെവൽ 4 സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ മലയാളം നന്നായിട്ട് അറിയാവുന്ന ആളുകളെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അതേപോലെ നഴ്സിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡർ ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയും അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ എക്സ് സർവീസ് മെന്നെ അവർ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് പക്ഷേ സർട്ടിഫിക്കറ്റ് വേണം. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് അവർക്ക് ആവശ്യമാണ്. പിന്നെ ഈ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നത് 15 മെയ് 2024 അതുപോലെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 30 മെയ് 2024 വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വളരെ പെട്ടെന്ന് തന്നെ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം 2 വേക്കൻസിയാണ് ഉള്ളത്. അതേപോലെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ 22,100 രൂപയും അതിൻ്റെ കൂടെ കോമ്പൻസേഷൻ ആയിട്ട് എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്ത് കഴിയുമ്പം 5,530 രൂപയുമാണ് വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ 22,800 രൂപയും കോമ്പൻസേഷൻ ആയിട്ട് 5,700 രൂപയും വരുന്നുണ്ട്. അതുപോലെ തേർഡ് ഇയറിൽ 23,400 രൂപയും അതേപോലെ കോമ്പൻസേഷൻ ആയിട്ട് 5,850 രൂപയാണ് വരുന്നത്. അതോടൊപ്പം എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടും കൂടെ വരുന്നുണ്ട്. പിന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 വയസ്സ് കൂടാൻ പാടില്ല. 30 മെയ് 2024 ആകുമ്പോഴേക്കും 30 വയസ്സ് കൂടാൻ പാടില്ല. അതേപോലെ ആപ്ലിക്കന്റ് 31 മെയ് 1994 അല്ലാന്നുണ്ടെങ്കിൽ അതിനുശേഷമോ ജനിച്ചതായിരിക്കണം. മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതോടൊപ്പം പ്രാക്ടിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. 100 മാർക്കിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 35 മിനിറ്റ്സ് ഡ്യൂറേഷനിലായിരിക്കും വരുന്നത്. 30 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നെഗറ്റീവ് മാർക്ക് ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനകത്ത് വരുന്നത് ജനറൽ ക്വസ്റ്റ്യൻസ് 10 മാർക്കിനും ഡിസിപ്ലിൻ റിലേറ്റഡ് ക്വസ്റ്റ്യന് 20 മാർക്കിൽ നിന്നായിരിക്കും വരിക. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ 70 മാർക്കിലായിരിക്കും വരുന്നത്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി മിനിമം പാസ് മാർക്ക് വേണ്ടത് അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 50% ടോട്ടൽ മാർക്കിന്റെ 50% വേണം. അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 40% ടോട്ടൽ മാർക്കിൽ നിന്ന് 40% വേണ്ടി വരും. പിന്നെ PWBD കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് റിസർവേഷന് വേണ്ടിയിട്ട് 40% ഡിസബിലിറ്റി ഉണ്ടായിരിക്കണം. അതിന്റെ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ PWBD റിസർവേഷൻ അവർക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കും. 300 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഇത് നോൺ റീഫണ്ടബിൾ ആണ്. ഇത് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇന്റർനെറ്റ് ബാങ്കിങ് വഴി നമുക്ക് പേയ്മെന്റ് കൊടുക്കാം ഓൺലൈനായിട്ട്. അതേപോലെ SC/ST കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഓൺലൈനായിട്ട്, അതേപോലെ ഇതിന്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ എല്ലാം അടങ്ങിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും. നോട്ടിഫിക്കേഷൻ അടങ്ങിയിരിക്കുന്ന വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വായിച്ചു നോക്കുക. എന്നിട്ട് മാത്രം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പം ഒട്ടും വൈകണ്ട. മെയ് 30 വരെയുള്ളൂ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വേഗം തന്നെ അപ്ലൈ ചെയ്തോളൂ. ബൈ ബൈ.